ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലൊരു കിടിലൻ പാൽ പത്തിരിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവ, അത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വറുത്തെടുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി, ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന വറുത്ത അരിപ്പൊടി. ഇപ്പോൾ 1 കപ്പ് റവയിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നല്ല ചൂട് തിളപ്പിച്ചെടുത്ത വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളിതൊരു പരന്ന ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്, നമുക്ക് സൗകര്യത്തിലൊന്ന് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പാൽപ്പത്തിരിയിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വറവിനാവശ്യമായിട്ട് നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ചെറിയ കുക്കർ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് കടുകിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കുക്കറിലേക്ക് മാറ്റി കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊരു 3 വിസിൽ വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കും. നമ്മൾ സാധാരണ ബോരി മസാല റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത്. നമ്മൾ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാൽപ്പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊന്തി വരാനും ബുദ്ധിമുട്ടാവും, അതേപോലെ തന്നെ എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ഉരുട്ടി വെക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉരുട്ടി വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനിത് പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് നമുക്ക് പ്രസ്സിൽ വെച്ച് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കുറച്ച് പരത്തി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ 2 പാത്രത്തിലായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വരണം. ഇതേപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുമിഞ്ഞു വന്നോളും. കണ്ടില്ലേ, ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ.
ഇതേപോലെ ഒന്ന് ഒരു തവി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എണ്ണ കുടിക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. തിരിച്ചിട്ട് കൊടുക്കും. ഒത്തിരി കനത്തിൽ അങ്ങ് പരത്തിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഒട്ടും എണ്ണ കുടിക്കുന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടല്ലോ, ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള ഒരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.